ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ എന്നതുപോലെ കോൺഗ്രസ് BJP സംയുക്ത നീക്കമാണ് പിണറായിക്കെതിരായിട്ട് നടന്നിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് പരാതി കൊടുത്തത് PCC പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിന്റെ ഡൽഹി പ്രസിഡന്റായിരുന്നു. അതിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അവസാന കേസ് എന്തായി നമ്മളെല്ലാവരും കണ്ടു. കോടതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ടു. അതാണ് ED യുടെ വിശ്വാസ്യത എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത ഒരു അന്വേഷണ ഏജൻസി രാഷ്ട്രീയ വേട്ടയ്ക്ക് മാത്രം പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് തീറ്റിപ്പോറ്റുന്ന ഒരു സംഘമാണ് ED. രാഷ്ട്രീയ ആവശ്യത്തിന് തുടലഴിച്ച് വിടുകയാണ് ഓരോ സ്ഥലത്തും. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഡൽഹിയിൽ PCC പ്രസിഡന്റാണ് കെജ്രിവാളിനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളാണ്. മാത്യു കൊഴുനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ഭാഗമാണ്. അപ്പോൾ കോൺഗ്രസ് BJP ഡീൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് കളമൊരുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ CPM BJP ഡീലെന്ന് ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് നടന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ. ഡീല് നേരത്തെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപരമായി BJP വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പാക്കാൻ. അതിനുശേഷമുള്ള വേട്ട ഇപ്പൊ നടക്കുകയാണ്. ഇതിനെ നേരിടാൻ ഇടതുപക്ഷത്തിനറിയാം. ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടേണ്ടത് നിയമപരമായിട്ടും നേരിടും. ഇന്നലെ 40 മിനിറ്റാണല്ലോ മുഖ്യമന്ത്രി സതീശൻ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത്. ഇന്ന് രാവിലെ റെയ്ഡ് നടക്കുന്നു. ഇതൊന്നും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണോ അരിയാഹാരം കഴിക്കുന്നവരൊക്കെ വിശ്വസിക്കേണ്ടത്? പ്രധാനമായും മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് തന്നെ മംഗലാപുരത്ത് ഒരു യാത്ര RSS നേതാക്കളെല്ലാം കാണാൻ വേണ്ടി നടത്തി. അതൊക്കെ ഇതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. വലിയ ഒരു ഗൂഢാലോചന, ഒരു വൻ പദ്ധതി ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് VD സതീശൻ പോകുന്നത്. എന്താ അത് കേരളത്തിൽ BJPക്ക് ഒരു വിഷയമാവാത്തത്? മാധ്യമങ്ങൾക്ക് വിഷയമല്ല വോട്ട്, BJPക്കും അത് വിഷയമാവാത്തത്. ഇപ്പൊ പിണറായി വിജയനാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും CPIM നേതാക്കളാണ് പോയതെന്ന് കരുതുക. എന്താകുമായിരുന്നു കേരളത്തിലെ ചർച്ച? വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്താൽ 1500 രൂപയ്ക്കോ മറ്റോ മംഗലാപുരത്തെത്താം. മൂകാംബിക ക്ഷേത്ര ദർശനമാണ് ലക്ഷ്യമെങ്കിൽ 25 ലക്ഷം മുടക്കിയിട്ട് ചാർട്ടർ ചെയ്ത വിമാനം ആര് ചാർട്ടർ ചെയ്ത് കൊടുത്തു? കൂടെ ഉണ്ടായിരുന്നത് ഒരു കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട പ്രതിയാണ്. ഇതൊന്നും കേരളത്തിൽ വിഷയമല്ല. BJP അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതേയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു കാര്യം ഉന്നയിച്ചതേയില്ല. സാധാരണഗതിയിൽ അന്വേഷിക്കണമെന്ന് പറയേണ്ടതാണല്ലോ. അപ്പൊ ഇത് വൻ ഗൂഢാലോചനയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ മറവിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ, ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയത് എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ. എന്തായിരുന്നു ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയതിന്റെ ഉദ്ദേശം എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കണ്ടേ? ഇതുവരെ വിശദീകരിച്ചിട്ടില്ലല്ലോ. ആര് വിമാനം ചാർട്ടർ ചെയ്ത് കൊടുത്തു? എന്താണ് ചാർട്ടർ ചെയ്തവരുടെ താല്പര്യം? എന്താണ് താല്പര്യം? എന്തിനാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോകുന്നത്? വേറെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു? അപ്പൊ ഒരു ഗൂഢനീക്കമായത് കൊണ്ടല്ലേ അങ്ങനെ പോയത്? രഹസ്യ നീക്കമായത് കൊണ്ടല്ലേ? അല്ല, ഈ നീക്കത്തിനെതിരെ, CPIM-നെ തകർക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടാവുക. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണമാണ്. ഇതിന്റെ ഉദ്ദേശം ഞങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചെറുക്കും. ഒരു കണക്കിന് അവരിങ്ങനെ ചെയ്യട്ടെ. അപ്പൊ CPIM-ന്റെ ശക്തിയും കരുത്തും എന്താന്നുള്ളത് അവരറിയും. രാഷ്ട്രീയ പ്രതിരോധം തന്നെ തീർക്കുന്നു CPM. MP രാജേഷ് അടക്കം A റഹീം അടക്കം പറയുന്നത് തന്നെയാണ്. ഇത് രാഷ്ട്രീയ വേട്ട എന്നുള്ളതാണ് MP രാജേഷ് പറയുന്നത്. എന്തായാലും ED റെയ്ഡിന് സുരക്ഷ ഒരുക്കി CRPF ഉണ്ട്. അതീവ രഹസ്യമായാണ് ആ റെയ്ഡ് ഇവിടെ നടത്തിയത്. ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുടെ സംരക്ഷണമൊന്നും എന്തായാലും ED ആവശ്യപ്പെട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ആ റെയ്ഡ് അവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ റെയ്ഡ് നടത്തുന്ന കാര്യം സംസ്ഥാന പോലീസിനെയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ പരമരഹസ്യമായിട്ടായിരുന്നു
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള ഇ ഡി സംഘത്തിന്റെ വരവ്. 40-അംഗ ഇ ഡി സംഘമാണ്. പരിശോധന 12 സ്ഥലങ്ങളിൽ 4 മണിക്കൂർ കഴിഞ്ഞും ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ്. റെയ്ഡ് അങ്ങനെ പുരോഗമിക്കുന്നു. കേരളത്തിലെ 10ഓളം ഇടങ്ങളിൽ ബംഗളൂരിലടക്കം ആ പരിശോധന ഉണ്ട് എന്നിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. വ്യാപകമായ പരിശോധനയാണ്. ഡൽഹിയിൽ ഇ ഡി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടന്നു. അതിനുശേഷമുള്ള പരിശോധന എന്ന കാര്യങ്ങൾ കേൾക്കുന്നു. ഇന്നലത്തെ ഹൈക്കോടതി വിധി അക്കാര്യത്തിൽ ഏറെ നിർണായകമായി. അതിന് നിയമപരമായ വശം അതാണെങ്കിൽ ഇപ്പുറത്ത് രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നു CPM. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി കണ്ട സന്ദർശനം 40 മിനിറ്റ് സന്ദർശനം മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ച ആണെന്ന്, പിന്നെ അരിയാഹാരം കഴിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ടോ എന്നാണ് MP രാജേഷ് ചോദിക്കുന്നത്. ഉറപ്പായും മുഖ്യമന്ത്രി വി ഡി സതീശന്റെയും കോൺഗ്രസ് UDF നേതൃത്വത്തിലൊക്കെ പ്രതികരണം ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. ആ പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.